നിങ്ങൾ ദിവസവും ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുന്നവരാണോ? എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജോലിക്ക് പോകാൻ മനസ്സ് വരുന്നില്ലേ? അല്ലെങ്കിൽ ജീവിതം ഒരു ഭാരമായി തോന്നുന്നുണ്ടോ? ഒരു റിസർച്ച് പറയുന്നത് ലോകത്തെ 80% ആളുകളും അവർക്ക് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുന്നു എന്നതാണ്. നമ്മളിൽ പലരും നേരിടുന്ന ഒരു അവസ്ഥയാണിത്. ഇഷ്ടമില്ലാത്ത ജോലി, സന്തോഷമില്ലാത്ത ജീവിതം. പക്ഷേ ഉത്തരവാദിത്തങ്ങൾ കാരണം ഇഷ്ടമില്ലാഞ്ഞിട്ടുകൂടി നമ്മൾ ആ ജോലിയും ജീവിതവും തുടർന്നു കൊണ്ടുപോകുന്നു. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ ചിന്തയെ മാറ്റിയേക്കാം. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണൂ. വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഈ ലോകത്ത് 80% ആളുകളും തങ്ങൾ ആഗ്രഹിച്ച ജോലിയല്ല ചെയ്യുന്നത്. ജീവിതത്തിലെ പരീക്ഷണങ്ങളിലും ജീവിത സാഹചര്യങ്ങളിലും പെട്ട് സ്വപ്നങ്ങൾ മാറ്റിവെച്ച് ജീവിക്കുന്നവരാണ്. കൂടാതെ കുടുംബം നോക്കാനും വീട്ടുചിലവ് നടത്താനും കുട്ടികളുടെ പഠനം, ഇതെല്ലാം കാരണം നമ്മൾ പലപ്പോഴും ഇഷ്ടമില്ലെങ്കിലും ആ ജോലി തുടർന്നു കൊണ്ടുപോകുന്നു. പക്ഷേ ഒരു സത്യമുണ്ട്, ഒരിക്കലും ആ ചെയ്യുന്ന ജോലിയിൽ നിന്നും പൂർണ്ണമായ ഒരു സംതൃപ്തി ലഭിക്കില്ല. പണമുണ്ടാകും, പക്ഷേ മനസമാധാനമുണ്ടാകില്ല. പുറത്ത് എല്ലാം ശരിയെന്ന് തോന്നും, പക്ഷേ എപ്പോഴും ഉള്ളിൽ ഒരു ശൂന്യത കാണും. പണമുണ്ടാക്കാനായി പ്രവാസ ലോകത്തെത്തിപ്പെട്ട് സ്വന്തം കുടുംബത്തെ ഓർത്ത് പകുതി മനസ്സോടെ ജീവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ ഈ ലോകത്തുണ്ട്. ഇഷ്ടമില്ലെങ്കിലും അവർ ഇന്നും ആ ജോലി തുടർന്നു കൊണ്ടുപോകുന്നു. ഒരു ചെറിയ കഥ പറയാം. ഒരു ഗ്രാമത്തിൽ ഒരു യുവാവ് ജീവിച്ചിരുന്നു. അവൻ ജോലിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു സിറ്റിയിലായിരുന്നു താമസിച്ചു വന്നിരുന്നത്. അവൻ്റെ ചെറുതിലെ മുതലുള്ള ഇഷ്ടം ഒരു ആർട്ടിസ്റ്റ് ആവുക എന്നതായിരുന്നു. എന്നാൽ ജീവിത പ്രശ്നങ്ങളും സാഹചര്യങ്ങളും കൊണ്ട് അവൻ്റെ മോഹം ഉപേക്ഷിച്ച് അവന് ഈ ജോലി തിരഞ്ഞെടുക്കേണ്ടി വന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ആ യുവാവിൻ്റെ ജീവിതം ഇപ്പോൾ എങ്ങനെ പോകുന്നുവെന്ന്. ഇഷ്ടമില്ലാഞ്ഞിട്ടും ആ ജോലി അവൻ തുടർന്നു കൊണ്ടുപോകുന്നു. പക്ഷേ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തോ ഒരു ഭാരം മനസ്സിൽ അവന് അനുഭവപ്പെടുമായിരുന്നു. തൻ്റെ വർഷങ്ങളായുള്ള മോഹം ഉപേക്ഷിച്ച് ഈ ജോലി ചെയ്യുന്നതിലുള്ള വിഷമം അവനെ അലട്ടിയിരുന്നു. അവൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ അടുത്ത് ഒരു ചെറിയ ടീ ഷോപ്പ് നടത്തിയിരുന്ന ചേട്ടനെ അവൻ എന്നും ശ്രദ്ധിക്കും. അയാൾ എന്നും സന്തോഷവാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തെ പ്രസന്നത മറ്റുള്ളവർക്ക് കൂടി പോസിറ്റീവ് എനർജി കൊടുക്കുമായിരുന്നു. ഒരു ദിവസം ആ യുവാവ് ആ ചായക്കട നടത്തുന്ന ചേട്ടനോട് ചോദിച്ചു, ഞാൻ ഒരുപാട് നാളായി നിങ്ങളെ ശ്രദ്ധിക്കുന്നു. നിങ്ങൾക്ക് അധികം വരുമാനമോ പണമോ ഇല്ല എങ്കിലും നിങ്ങൾ ദിവസവും വളരെ സന്തോഷവാനായി കാണുന്നു. അദ്ദേഹം അവനോട് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, നീ എന്നെ എന്നും ഈ ഷോപ്പിൽ വെച്ചല്ലേ കാണുന്നത്? ഏതൊരു മനുഷ്യനെ പോലെ എനിക്കും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളുമുണ്ട്. പക്ഷേ ഇവിടെ ഈ കടയിൽ വരുമ്പോൾ ഞാൻ എല്ലാം മറക്കും. കാരണം ഇത് ഞാൻ എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിനും കൂടി ചെയ്യുന്ന ഒരു ജോലിയാണ്. ചെറിയ ജോലിയാണെങ്കിലും ഞാനിത് സന്തോഷത്തോടെ ചെയ്യുന്നു. പണം മാത്രം ഒരിക്കലും സന്തോഷം തരില്ല. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഒരർത്ഥം കണ്ടാൽ ജീവിതം സന്തോഷകരമാവും. ആ മനുഷ്യൻ്റെ ആ വാക്കുകൾ ആ യുവാവിൻ്റെ അന്നു മുതലുള്ള ജീവിതത്തെ ആകെ മാറ്റി. ഈ ചെറിയ കഥ നമ്മെ ഒരു വലിയ സത്യം പഠിപ്പിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ജോലി നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമാണ്. ജീവിതത്തിൽ കൂടുതലും നമ്മൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലായിരിക്കും ചിലവഴിക്കുന്നത്. അതിനാൽ പണം മാത്രമല്ല, സന്തോഷവും പ്രധാനമാണ്. എല്ലാവർക്കും ഉടനെ ജോലി മാറ്റാൻ സാധിക്കില്ല, പക്ഷേ നമ്മൾ ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. പുതിയ കഴിവുകൾ പഠിക്കാം, പുതിയ അവസരങ്ങൾ തേടാം. ചെറിയ ചുവടുകൾ കൊണ്ട് ജീവിതം മാറ്റാം. ഓർക്കൂ, ജീവിതം വളരെ ചെറുതാണ്. നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ആ ജീവിതത്തിലൂടെ നമ്മുടെ സന്തോഷവും സമാധാനവും കളയേണ്ടതില്ല. ഒരു ചോദ്യം, നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവസാനം ഒരു ചോദ്യം മാത്രമുണ്ടാകും, ഞാൻ എൻ്റെ ജീവിതം ശരിയായി ജീവിച്ചോ? അതിൻ്റെ ഉത്തരമാണ് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്കൊരു ഭാരമായി തോന്നുന്നുവെങ്കിൽ, അത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നില്ലെങ്കിൽ ഇന്ന് തന്നെ ചിന്തിക്കാൻ തുടങ്ങൂ. നിങ്ങൾ പറയൂ, നിങ്ങളുടെ സ്വപ്നം എന്താണെന്ന്. ഇനിയും വൈകിയിട്ടില്ല.
ആ സ്വപ്നത്തിലേക്ക് ഒരു ചെറിയ ചൂടെങ്കിലും ഇന്ന് വയ്ക്കൂ. കാരണം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. യുവർ ലൈഫ്, യുവർ റെസ്പോൺസിബിലിറ്റി. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടാതെ അടുത്ത വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.